വെൽക്കം ബാക്ക് ബേബി വിത്ത് എ ലിറ്റിൽ സ്കോളർ ഇൻ സപ്പോർട്ട് വിത്ത് മലർവാടി. രസമായിരുന്നു കഴിഞ്ഞ സെഗ്മെന്റ് അല്ലേ? ഒരു ശബ്ദം, ആ ശബ്ദമെല്ലാം പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ ശബ്ദമാണ്. ഈ ശബ്ദമൊക്കെ നമ്മൾ തിരിച്ചറിയണം. എനിവേ, കഴിഞ്ഞ സെഗ്മെന്റിന്റെ മാർക്ക് അനൗൺസ് ചെയ്യുകയാണ്. ടൈറ്റൻ, യു ഗോട്ട് 10 മാർക്സ്. ലൂന, യു ഗോട്ട് 10 മാർക്സ്. ഏരിയൽ, യു ഗോട്ട് 10 മാർക്സ്. സീരിയസ്, നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം മാർക്ക് ഇല്ല. ഓടാം, ഇനിയും അവസരമുണ്ട്, അതുകൊണ്ട് കാത്തിരിക്കാം. ആ അവസരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അടുത്ത സെഗ്മെന്റ് അകത്താര്. അകത്താര് എന്ന ഈ സെഗ്മെന്റിൽ വീഡിയോ വാളിലേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വീഡിയോ വാളിൽ ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിന് മുകളിലായി 9 കളങ്ങളുണ്ട്. ആ കളങ്ങളിൽ ഓരോ കളങ്ങളും മാറ്റുന്ന സമയത്ത് അവരെ തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം. നിങ്ങളുടെ മുമ്പിൽ ബസറുണ്ട്. എല്ലാവർക്കും ഈ ചോദ്യം ബാധകമാണ്. ഒരു കളം മാറ്റുന്ന സമയത്ത് ഉത്തരം അറിയുമെങ്കിൽ അറിഞ്ഞ ഉടനെ നിങ്ങൾ ബസറിൽ വിരലമർത്തുക. കാരണം അത് പറയാൻ കാരണം, ഒരാൾ ബസറിൽ വിരലമർത്തി കഴിഞ്ഞാൽ മറ്റുള്ളവർ അമർത്തിയിട്ട് കാര്യമില്ല, അത് ലൈറ്റ് തെളിയില്ല. ഓൾറൈറ്റ്, ആരാണോ ആദ്യം വിരലമർത്തുന്നത് അവർക്ക് ഉത്തരം പറയാം. കൃത്യമാണ് ഉത്തരമെങ്കിൽ 10 മാർക്ക് ലഭിക്കും. അഥവാ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും മത്സരത്തിൽ അവർക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല. വീണ്ടും മറ്റൊരു കളം മാറ്റുന്ന സമയത്ത് ഉത്തരം തിരിച്ചറിയുകയാണെങ്കിൽ കിട്ടുന്ന മാർക്ക് 8 മാർക്ക്, പിന്നീട് 5, പിന്നീട് 2. ഇതാണ് ചോദ്യത്തിൻ്റെ രീതി. സോ റെഡിയാണല്ലോ അല്ലേ? സോ ആദ്യത്തെ ചിത്രം പ്രത്യക്ഷപ്പെടുന്നു. ഇതിന് പിന്നിലാണ് ഒരാളുടെ ചിത്രം ഒളിഞ്ഞിരിക്കുന്നത്. ഞാൻ മാറ്റുന്നു. നമ്പർ 2. ലൂന പ്രസ് ചെയ്തിട്ടുണ്ട്. MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ, പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. നമ്മളെല്ലാവരും ആദരിക്കുന്ന നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ ശ്രീ MT വാസുദേവൻ നായർ ചെയ്ത പുണ്യം അല്ലേ? കാരണം അദ്ദേഹത്തിൻ്റെ ഒരു തലനാരിഴ കാണുമ്പോഴേക്ക് പോലും അദ്ദേഹത്തെ തിരിച്ചറിയുന്നു എന്ന് പറയുന്ന മഹാഭാഗ്യം. നമുക്ക് കാണാം മുഴുവൻ ചിത്രം. ഇപ്പോൾ അദ്ദേഹത്തിന് ഈയിടെ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചു. എത്രയോ അവാർഡുകൾ, പത്മഭൂഷൺ തുടങ്ങിയിട്ടുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. മഹാനായ മലയാളത്തിൻ്റെ എഴുത്തുകാരനാണ് അദ്ദേഹം. നാലുകെട്ട് പോലെയുള്ള കൃതികൾ, നാലുകെട്ട് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? നാലുകെട്ടൊക്കെ വായിക്കണം. അതിൽ അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ എത്രമാത്രം ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ള കാര്യം. അങ്ങനെ എത്രയോ കഥകൾ, മഞ്ഞ് തുടങ്ങി എത്രയോ കഥകൾ എഴുതി, എത്രയോ നോവലുകൾ എഴുതി, എത്രയോ സിനിമയ്ക്ക് തിരക്കഥ എഴുതി. ആ തിരക്കഥയൊക്കെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ മഹാനായിട്ടുള്ള എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. ഇനിയും നിങ്ങൾ ആദ്യമായി കാണാൻ പോകുന്നത് 9 കളങ്ങളാണ്. ഈ 9 കളങ്ങൾക്ക് പിന്നിൽ ഒരു ചിത്രം ആണ് ഉള്ളത്. ഒരു ചിത്രം, വളരെ പ്രശസ്തമായൊരു ചിത്രം. ആ ചിത്രം കാണുന്ന സമയത്ത് ചിത്രം ഏത് എന്നല്ല നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അത് തിരിച്ചറിയണം സ്വാഭാവികമായിട്ടും. പക്ഷേ നിങ്ങൾ പറയേണ്ട ഉത്തരം ആ ചിത്രം വരച്ച ചിത്രകാരൻ ആരാണ് എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ, റെഡിയാണല്ലോ? റെഡിയാണല്ലോ? സോ വീഡിയോ വാളിലേക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നമ്പർ 4. ടൈറ്റൻ പ്രസ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ ചിത്രം വരച്ച ചിത്രകാരൻ? പാബ്ലോ പിക്കാസോ. പിക്കാസോ. ഏത് ചിത്രമാണ് ഇത്? വീപ്പിംഗ് വുമൺ. വീപ്പിംഗ് വുമൺ. രണ്ടും പെർഫെക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി നൈസ്. വീപ്പിംഗ് വുമൺ എന്ന് പറയുന്ന ചിത്രമാണ്. കാണാം ആ ചിത്രം മുഴുവനായി. ഇവിടെ പിക്കാസോയുടെ വീപ്പിംഗ് വുമൺ എന്ന് പറയുന്ന ചിത്രമാണ് ഇത്. പിക്കാസോയുടെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു ചിത്രം പറയാമോ? ഗൂർണിക്ക. പെർഫെക്റ്റ് ആൻസർ ആണ്. അപ്പോൾ പിക്കാസോയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, ഇനി അടുത്ത ചിത്രത്തിലേക്ക് നമ്മൾ പോകുന്നു. അതിൻ്റെ മുമ്പിൽ 9 കോളങ്ങളുണ്ട്. കാണാം ഇവിടെ. സോ 9 കോളങ്ങൾ ഇവിടെയുണ്ട്. ബസറിൽ വിരൽ റെഡിയാക്കി വെച്ചോളൂ. ചിത്രം കോളം മാറ്റുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ചെറിയ സൂചന തരാം. ഇന്ത്യയിലെ ഒരു പൈതൃക സ്മാരകമാണ് ഇത്. ഇന്ത്യയിലെ ഒരു പൈതൃക സ്മാരകമാണ്. ആ സ്മാരകം ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. സോ നമ്പർ 2. ടൈറ്റൻ വീണ്ടും പ്രസ് ചെയ്തിട്ടുണ്ട്. ഏതാണത്? ഹവാ മഹൽ. ഹവാ മഹൽ. കൺഗ്രാറ്റുലേഷൻസ്, വെരി നൈസ്. കാറ്റിൻ്റെ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? കാറ്റിൻ്റെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹവാ മഹൽ. കാണാം ഹവാ മഹൽ മുഴുവനായിട്ട് ഇവിടെ. ഹവാ മഹൽ എന്ന് പറയാൻ കാരണം കൊട്ടാരത്തിൻ്റെ അകത്തുള്ള സ്ത്രീകൾക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണാൻ വേണ്ടിയിട്ടുള്ള ജനലുകളാണ് അത്. അതുകൊണ്ടാണ് ഹവാ മഹൽ എന്ന് പേരിട്ടിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. കാണാം 9 കോളങ്ങൾ പിന്നിൽ. ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ലോക നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു മലയാളി അത്ലറ്റ് ആണ്. സോ നമ്പർ
മാറുന്നു, ശ്രദ്ധിക്കണം. നമ്പർ 2. ടൈറ്റൻ വാശിയായിട്ടാണ് ഓരോ കാണുമ്പോഴേക്കും പ്രസ് ചെയ്യാണ്. ടൈറ്റൻ ആരാണ്? ടിൻഡു ലൂക്ക. ടിൻഡു ലൂക്ക. പെർഫെക്റ്റ് ആൻസർ. വണ്ടർഫുൾ. വെരി ഗുഡ്, വെരി ഗുഡ്. മൂന്നും തുടർച്ചയായിട്ട് ചോദ്യം അവിടെ കാണുമ്പോഴേക്കും ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. വെരി നൈസ്. കാണാം ടിൻഡു ലൂക്കയെ, മലയാളത്തിന്റെ അഭിമാനമായ ടിൻഡു ലൂക്കയെ. ഇവിടെ ടിൻഡു ലൂക്കയ്ക്ക് നമ്മളൊരു കയ്യടി കൊടുക്കാം. കേൾക്കട്ടെ അല്ലേ? നമ്മുടെ ഈ മീഡിയ വണ്ണിലെ പരിപാടി വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ടിൻഡു ലൂക്ക അറിയും. തീർച്ചയായിട്ടും ടിൻഡു ലൂക്കയ്ക്ക് നമുക്ക് മലയാളത്തിൻ്റെ മുഴുവൻ അഭിമാനമായിട്ടുള്ള ടിൻഡു ലൂക്കയ്ക്ക് കയ്യടി കൊടുക്കാം. ഞാൻ വേറൊരു കാര്യം പെട്ടെന്ന് ഓർത്തുപോയി. ഒരു മാജിക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് മാജിക്ക് പഠിക്കാം. പക്ഷേ പഠിക്കുന്നതിന് മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക്. So once again welcome back. Baby with a little scholar in support with Malarwadi. നമ്മൾ നേരിട്ട് മാജിക്കിലേക്ക് പോകുന്നു. സോ റെഡിയാണല്ലോ? നിങ്ങൾ റെഡിയാണല്ലോ? പ്രേക്ഷകരെല്ലാം മാജിക്ക് പഠിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഒരു ഉഗ്രം മാജിക്കാണ് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിസ്സാരമായിട്ട് വീട്ടിൽ പോയിട്ട് അവതരിപ്പിക്കാവുന്ന, കൂട്ടുകാരെ അത്ഭുതപ്പെടുത്താവുന്ന, സ്കൂളിൽ പോയിട്ട് അവതരിപ്പിക്കാവുന്ന ചെറിയൊരു മാജിക്. സോ പഠിക്കാൻ റെഡിയാണോ? ഓക്കെ. ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ റെഡിയാണോ? സോ ഹിയർ ഈസ് എ മാജിക് ഫോർ യു. ഈ മാജിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു സിൽക്കാണ്. നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു സിൽക്കാണ്. ഈ സിൽക്ക് വേണം, പിന്നെ ഒരു ഇടത് കൈ വേണം. ഇടത് കൈ ഉണ്ടല്ലോ, കർച്ചീഫ് ഉണ്ടല്ലോ, വീട്ടിലുണ്ടല്ലോ. അപ്പോൾ കർച്ചീഫ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് മാജിക് കാണിക്കുന്നത്? ആദ്യം ഈ കർച്ചീഫ് എടുത്തതിന് ശേഷം, ചുവപ്പ് നിറത്തിലുള്ള കർച്ചീഫ് എൻ്റെ കയ്യിൽ വെച്ച് ചെറിയ ഒരു ബാളിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ഈ കർച്ചീഫിന് ഇടത് കയ്യിൽ വെച്ചതിന് ശേഷം വലത് കൈ മാറ്റുന്നു. ടേബിളിൽ നിന്ന് അല്പം മാജിക് പൗഡർ കയ്യിലെടുക്കുന്നു. ഇടത് കയ്യിലിരിക്കുന്ന സിൽക്കിൻ്റെ മുകളിലായി വിതറുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സിൽക്ക് എവിടെ ഇരിക്കുന്നു? ടെൽ മീ, വെർ ഈസ് ദ സിൽക്ക്? ടേബിളിലല്ല, നേരെ മറിച്ച് ലെഫ്റ്റ് ഹാൻഡിലാണ്. യഥാർത്ഥത്തിൽ ഈ മാജിക്കിൻ്റെ പ്രസൻറ്റേഷൻ ഇങ്ങനെയല്ല. സിൽക്കിനെ കയ്യിലെടുത്തതിന് ശേഷം ഏറ്റവും ചെറിയ രൂപത്തിലേക്ക്, ഒരു ബാളിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നു. ചെറിയ രൂപം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സിൽക്കിനെ ഇടത് കൈയിൽ വെച്ചതിന് ശേഷം വലത് കൈ മാറ്റണം. കാണികൾ ആവശ്യപ്പെടുന്ന പക്ഷം വലത് കൈ ധൈര്യമായിട്ട് തുറന്ന് കാണിച്ചു കൊടുക്കാം. ടേബിളിൽ നിന്ന് അല്പം മാജിക് പൗഡർ കയ്യിലെടുക്കുന്നു. ഇടത് കയ്യിലിരിക്കുന്ന സിൽക്കിൻ്റെ മുകളിലായി വിതറുന്ന പോലെ ആക്ഷൻ കാണിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സിൽക്ക് എവിടെയിരിക്കുന്നു? ടെൽ മീ. വലത് കയ്യിലല്ല, ടേബിളിലല്ല, നേരെ മറിച്ച് സിൽക്ക് ഇരിക്കുന്നത് ഇടത് കയ്യിലാണ്. അതേസമയം മാജിക്കിൻ്റെ മന്ത്രം ഹോക്കസ് പോക്കസ് അബ്രാ ഖഡാബ്ര എന്ന് പറഞ്ഞുകൊണ്ട് കൈ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് സിൽക്കല്ല, നേരെ മറിച്ചൊരു കോഴിമുട്ടയാണ്. അതായത് നിമിഷ നേരം കൊണ്ട് സിൽക്കിനെ കോഴിമുട്ടയാക്കുന്ന ജാലവിദ്യയാണ് ഇവിടെ ഞാൻ അവതരിപ്പിച്ചത്. ഇതിൻ്റെ രഹസ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. പഠിക്കാൻ തയ്യാറാണോ? ആണോ? പക്ഷേ 2 കണ്ടീഷനുണ്ട്. ഒന്ന്, മാജിക്കിൻ്റെ രഹസ്യം പുറത്ത് ആരോടും പറയരുത്. പറയില്ലല്ലോ? പ്രോമിസ്? 2, നന്നായി പ്രാക്ടീസ് ചെയ്യണം. റെഡിയാണല്ലോ? ഓക്കെ. ആദ്യമായിട്ട് ചെയ്യേണ്ടത്, മാജിക്കിൻ്റെ രഹസ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ആദ്യമായി ചെയ്യേണ്ടത് ഈ തരത്തിലൊരു കോഴിമുട്ട കയ്യിലെടുക്കുക. അതിനുശേഷം ഇതിനകത്തുള്ള കണ്ടൻസ് ശക്തിയായിട്ട് ഇങ്ങനെ ഷേക്ക് ചെയ്യണം. ഈ ഭാഗത്തുമായി ചെറിയൊരു ദ്വാരങ്ങൾ ഉണ്ടാക്കണം. ഒരു ദ്വാരത്തിലൂടെ അകത്തുള്ള കണ്ടൻസ് വലിച്ചു കുടിക്കണം. മുട്ടയ്ക്കകം സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകണം, വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. യു ആർ റെഡി ഫോർ ദി മാജിക്. ഇനി മാജിക്കിൻ്റെ പരമപ്രധാനമായ രഹസ്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് കോഴിമുട്ടയുടെ ഒരു ഭാഗത്തായി ഈ തരത്തിൽ ഒരു ഹോൾ നിങ്ങൾ വെട്ടിയുണ്ടാക്കണം. ഇതിനകത്താണ് ചുവപ്പ് നിറത്തിലുള്ള സിൽക്കിനെ കാണികൾ കാണാതെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്. മനസ്സിലായോ? മുട്ട പൊട്ടിപ്പോവാതിരിക്കാനായി ഇതിനകത്ത് അല്പം ഫെവിക്കോൾ പേസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മുട്ട പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. തയ്യാറായി കഴിഞ്ഞു. ഇനി മാജിക് അവതരിപ്പിച്ചാൽ മതി. ജാലവിദ്യ അവതരിപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് നിങ്ങൾ വേദിയിലേക്ക് വരുന്നു. കാണികൾ കാണാതെ യക്ഷൽ കാണികളുടെ ഇടത് കൈയിൽ ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെയൊന്നും പിടിച്ചു പോകരുത് കേട്ടോ. വലത് കൈയിലിരിക്കുന്ന സിൽക്കിനെ കാണിക്കുന്നു. അതിനുശേഷം സാവധാനം കാണികൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സിൽക്കിനെ ചെറിയ രൂപത്തിലേക്ക് മാറ്റുന്നെന്ന് പറഞ്ഞുകൊണ്ട് കോഴിമുട്ടയുടെ ഷെല്ലിനകത്തേക്ക് പതുക്കെ ഇങ്ങനെ തള്ളിക്കയറ്റണം. പരിപൂർണമായിട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ കോഴിമുട്ടയെ കാണിക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ, വലത് കൈയിൻ്റെ തള്ളവിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോളിൻ്റെ ഭാഗം മറച്ചു പിടിച്ചതിന് ശേഷം മാത്രമേ കോഴിമുട്ടയെ കാണിച്ചു കൊടുക്കാവൂ. റൈറ്റ്? എന്തെങ്കിലും കാരണവശാൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ മുട്ടയൊന്ന് തിരിച്ച് കാണിച്ചേ എന്ന് ഏതെങ്കിലും ബിരുദന്മാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ധൈര്യമായി കോഴിമുട്ടയിൽ പിടിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ തിരിച്ച് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ് തിരിക്കേണ്ടത്? തിരിക്കുന്ന സമയത്ത് ഈ കൈ മാത്രം ഇങ്ങനെ തിരിച്ചാൽ മതി, കോഴിമുട്ട തിരിക്കരുത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ജാലവിദ്യ അവതരിപ്പിക്കുക. എന്തെങ്കിലും കാരണവശാൽ അറിയാതെ കോഴിമുട്ട തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അബദ്ധമാവും. അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ധൈര്യമായിട്ട് കോഴിമുട്ടയെ കാണിച്ചു കൊടുക്കാം. പക്ഷേ ഏതൊരു മാജിക്കിൻ്റെ ക്ലൈമാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ജാലവിദ്യക്കാരൻ മാജിക് വാൻഡോ മാജിക് പൗഡർ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ കോഴിമുട്ട നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണിച്ചു കൊടുക്കരുത്. വലത് കയ്യിലിരിക്കുന്ന കോഴിമുട്ടയെ കാണികൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത് കയ്യിലേക്ക് നിങ്ങളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം. ടേബിളിൽ നമ്മൾ മാജിക് പൗഡർ കയ്യിലെടുക്കണം. ഇടത് കയ്യിലിരിക്കുന്ന കോഴിമുട്ടയുടെ മുകളിലായി വിതറുന്ന പോലെ ആക്ഷൻ കാണിക്കണം. ഇനി നമുക്ക് ധൈര്യമായിട്ട് കോഴിമുട്ടയെ കാണിച്ചു കൊടുക്കാം. മാജിക്കിൻ്റെ മന്ത്രം പറയൂ, കൈ തുറക്കൂ, കോഴിമുട്ടയെ കാണിക്കൂ. ശ്രദ്ധിക്കുക,
സിൽക്ക് കാണരുത്, കോഴിമുട്ട ഇങ്ങനെ മാത്രം പിടിക്കുക. എന്തെങ്കിലും കാരണവശാൽ തിരിച്ച് കാണിക്കുന്ന സമയത്ത് അറിയാതെ കോഴിമുട്ട തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അബദ്ധമാവും. കാണികൾ നിങ്ങളോട് വിളിച്ചു പറയും ഇത് യഥാർത്ഥമുള്ള കോഴിമുട്ട അല്ല എന്ന് വിളിച്ചു പറയും. എങ്കിലും നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി പറയണം, യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദിസ് ഈസ് എ റിയൽ എഗ്. അപ്പോൾ കാണികൾ ചോദിക്കും, പിന്നെന്താണ് ആ ചുവന്ന സാധനം എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന പക്ഷം ഈ ചുവപ്പ് നിറത്തുള്ള പോർഷൻ നിങ്ങളിങ്ങനെ പറിച്ചെടുക്കണം. എന്നിട്ട് ഫു എന്ന് പറഞ്ഞ് ഊതിക്കളയണം. എന്നിട്ട് പറയണം ദിസ് ഈസ് റിയൽ എഗ്. വീണ്ടും കാണികളുടെ മുഖത്ത് സംശയം വരുന്നുണ്ടെങ്കിൽ ധൈര്യമായൊരു ഗ്ലാസ് ടംബ്ലർ മേശപ്പുറത്ത് വെക്കണം. എന്നിട്ട് കാണികളെല്ലാവരും കാണുകെ കോഴിമുട്ട ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം പറയണം, യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദിസ് ഈസ് എ റിയൽ 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 എഗ്. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായോ? താങ്ക് യു സോ മച്ച്. അപ്പം എന്തായി? ഹാപ്പി അല്ലേ? മാജിക് പഠിച്ചോ? പിണങ്ങിയോ? അതാണ് ഞാൻ പറഞ്ഞത്, മാജിക് പഠിക്കണമെങ്കിൽ ഒരു പ്രാക്ടീസ് പോരാ, 2 വേണം, 3 വേണം. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഇന്ന് 1ാം ഘട്ടം, അടുത്ത എപ്പിസോഡിൽ 2ാം ഘട്ടം, അടുത്ത എപ്പിസോഡിൽ 3ാം ഘട്ടം. അപ്പോഴേക്കും നിങ്ങൾ 100% പഠിക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് മാർക്കിലേക്ക് പോവാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ മാർക്കാണ് വായിക്കുന്നത്. ടൈറ്റൻ, യു ഗോട്ട് 40 മാർക്സ്. കൺഗ്രാജുലേഷൻ. ലൂന, യു ഗോട്ട് 20 മാർക്സ്. ഏരിയൽ, യു ഗോട്ട് 10 മാർക്സ്. ആൻഡ് സിറിയസ്, നോ മാർക്സ്. സാരമില്ല, ഇനിയും എപ്പിസോഡുകൾ ധാരാളം മുന്നിലുണ്ട്. ആ എപ്പിസോഡുകളിലേക്ക് അടുത്ത ദിവസത്തേക്ക് കൂടുതൽ ബ്രൈറ്റായി, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച്, കൂടുതൽ അറിവ് നേടി വരിക. കാത്തിരിക്കാം നാളെ വരെ. സോ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ചോദ്യം: ആദ്യമായി അച്ചടിക്കപ്പെട്ട മലയാള ഗ്രന്ഥം ഏതാണ്? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in.